വണ്ടിയാ എന്ന് പറയുന്ന വാക്കിനോട് എനിക്ക് അത്ര യോജിപ്പുള്ള ആളൊന്നുമല്ല. കാരണം ജനങ്ങളുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം നേടുക എന്നുള്ളതാണ് ആ ഇഷ്ടം നേടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് ഞാൻ കരുതുന്നു. ബാക്കിയെല്ലാം എന്താ പറയാ PR വർക്ക് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ ഒന്നും ഞാൻ ആർക്കും കൊടുക്കാതെ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടെ കൊടുത്ത് ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറായിരുന്നു. പുറത്ത് എന്താണ് ഈ PR എന്നോ എന്താണ് ഇതിന്റെ ഒരു കാര്യങ്ങളെന്നൊന്നും കൃത്യമായിട്ട് എനിക്ക് അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഷോയുടെ വിജയം, അല്ലെങ്കിൽ ഈ ഷോയിലത്തെ ഓരോ കണ്ടസ്റ്റന്റിന്റെയും വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുഖല്ലേ എല്ലാവർക്കും? ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. അപ്പൊ എല്ലാം ഉണ്ട്, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഞാൻ നോക്കട്ടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മൈജി എന്ന് പറയുന്നത് എന്നെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ മൈജി എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികളുള്ളിടത്തും അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ഒരു ബ്രാൻഡാണ്. അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വിശ്വസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ ബ്രാൻഡ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗൃഹോപകരണങ്ങളൊക്കെ തരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യമേ തന്നെ മൈജിയോടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഷാജിക്കയോടുള്ള നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹാപ്പിയാണ് ആക്ച്വലി.